എല്ലാവർക്കും നമസ്കാരം. അഷ്ടാംഗ യോഗത്തെക്കുറിച്ച് എല്ലാവരും കേട്ടിരിക്കും. ഇതിലെ ആദ്യത്തെ 2 അംഗങ്ങളാണ് യമനിയമാദികൾ. ഭഗവത്ഗീതയും ഭാഗവതവും ഒക്കെ പഠിച്ചിട്ടുള്ളവർക്ക്, അതായത് ഈ ക്ലാസ്സുകൾ കേട്ടിരിക്കുന്നവർക്ക് ഇതറിയാമായിരിക്കും. എന്നാലും പൊതുവായിട്ടുള്ള ഒരു ക്ലാസ് എന്ന നിലയിൽ പറയുന്നു എന്ന് മാത്രം. യമനിയമാദികൾ ഇത് അഷ്ടാംഗ യോഗത്തിലെ ആദ്യത്തെ അംഗങ്ങളാണ്. ഇതിൽ യമം 5 എണ്ണമുണ്ട്, നിയമവും 5 എണ്ണം ഉണ്ട്. യമം എന്നത് ഈ ലോകത്ത് ധാർമ്മികതയോടെ ജീവിക്കാൻ അനുഷ്ഠിക്കേണ്ട 5 കാര്യങ്ങളാണ് ഈ യമത്തിൽ ഉൾപ്പെടുന്നത്. ഒന്നാമത്തേത് അഹിംസ, 2 സത്യം, 3 അസ്തേയം, 4 ബ്രഹ്മചര്യം, 5 അപരിഗ്രഹം. അപ്പോൾ ഈ ഓരോന്നായിട്ട് എന്തൊക്കെയാണെന്ന് പറയാം. യമത്തിലെ 5 കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. അതിലൊന്നാമത്തേത് അഹിംസ. അഹിംസ എന്ന് വെച്ചാൽ ആരെയും ഹിംസിക്കാതിരിക്കുക. അത് ശാരീരികമായ ഉപദ്രവം തീർച്ചയായും അത് പാടില്ല എന്ന് തന്നെ. അതുപോലെ തന്നെ പ്രധാനമാണ് ആരെയും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വേദനിപ്പിക്കാതിരിക്കുക എന്നതും അഹിംസയാണ്. നമ്മൾ ദേഷ്യം വരുമ്പോൾ വിളിച്ചു പറയുന്ന പല വാക്കുകളും അത് മറ്റുള്ളവരെ എത്രമാത്രം വേദനിപ്പിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ആരും ചിന്തിക്കാറില്ല. എന്നാൽ അത് കേൾക്കുന്നവരുടെ മനസ്സിൽ അതുണ്ടാക്കുന്ന ഒരു എഫക്റ്റ് ഉണ്ട്. ശരിക്കും ആ വാക്കുകൾ അവരുടെ മനസ്സിനെ കരിയിച്ച് കളയും. വാക്ക് അഗ്നിയാണ്. അതുകൊണ്ട് തന്നെ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. ചില സമയത്ത് നമുക്ക് ദേഷ്യം പ്രകടിപ്പിക്കാം, പക്ഷെ ആ സമയത്തും വാക്കുകളെ കൊണ്ട് ആരെയും മുറിവേൽപ്പിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പതുക്കെ പതുക്കെ നമുക്ക് ദേഷ്യവും കുറച്ചു കൊണ്ടുവരാൻ സാധിക്കണം. പക്ഷേ പലപ്പോഴും ഇപ്പോൾ വീട്ടിൽ നമുക്ക് മക്കളോടൊന്നും അങ്ങനെ തീരെ ദേഷ്യം പിടിക്കാതെയും പറ്റില്ല. ചില സമയത്തൊക്കെ അനുസരണക്കേട് ഒരുപാട് കാണിക്കുമ്പോൾ അവരെ വഴക്ക് പറഞ്ഞേ പറ്റുള്ളൂ. എന്നാൽ പോലും ആ സമയത്തും അവർ ചെയ്ത തെറ്റിനെ മാത്രമേ നമ്മൾ കുറ്റപ്പെടുത്താവുള്ളൂ. ഒരിക്കലും അവരുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന രീതിയിൽ മണ്ട, പൊട്ട എന്നൊക്കെയുള്ള അത്തരം വാക്കുകൾ ഒരിക്കലും ഉപയോഗിക്കരുത്. അപ്പോൾ അതാണ് പറയുന്നത്, വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. ആ വാക്കുകൾ ആരെയും മുറിപ്പെടുത്തുന്നത് ആവരുത്. അതുപോലെ തന്നെ നമ്മുടെ പ്രവൃത്തിയും. അപ്പോൾ വാക്കും പ്രവൃത്തിയും ഒക്കെ ഇതുപോലെ അഹിംസാത്മകം ആകണമെങ്കിൽ നമ്മുടെ ചിന്തയും അതുപോലെ ആയിരിക്കണം. അഹിംസ എന്നതുകൊണ്ട് നമ്മൾ ശാരീരികമായി ഒരാളെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക മാത്രമല്ല, നമ്മുടെ മനസ്സുകൊണ്ട്, നമ്മുടെ ചിന്ത കൊണ്ട്, പ്രവൃത്തി കൊണ്ട്, വാക്കുകൊണ്ട് ഒരിക്കലും ഒരാളെയും വേദനിപ്പിക്കാതിരിക്കണം. അതുകൂടെയാണ് അഹിംസ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ അഹിംസ എന്ന ആ ഒരു യമം നമ്മൾ എത്രത്തോളം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നുവോ അത്രത്തോളം നമ്മുടെ മനസ്സിനും ഒരു ശാന്തി കിട്ടും. ഒപ്പം നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്കും ഒരു ശാന്തി ലഭിക്കും. അതേസമയം വീട്ടിൽ ഒരാൾ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ദേഷ്യപ്പെടുന്ന ഒരാളുണ്ടെങ്കിൽ ആ കൂടെ ഉള്ളവരുടെ ജീവിതവും ദുസ്സഹമാണ്. പലപ്പോഴും അതാരും ആലോചിക്കാറില്ല. അതുകൊണ്ട് ഈ പെട്ടെന്ന് ദേഷ്യം വരിക എന്നത് നമുക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. അതിന് ഈ ദേഷ്യം പിടിക്കാത്ത സമയത്ത് നമുക്ക് എങ്ങനെയൊക്കെ നമ്മുടെ ആ ചിന്തകളെ മാറ്റിയെടുക്കാം എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു കൊണ്ടേയിരിക്കണം. അങ്ങനെ ചിന്തിച്ച് മനസ്സിനെ പാകപ്പെടുത്തിയാൽ ഈ പെട്ടെന്ന് ദേഷ്യം വരിക എന്നത് ഒരിക്കലും സംഭവിക്കില്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ അഹിംസ ജീവിതത്തിലെ ഒരു വ്രതമായി സ്വീകരിക്കുകയും അങ്ങനെ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടത്. ഇനി യമത്തിലെ അടുത്ത അതായത് യമം ഒരു അംഗമാണ്. യമത്തിലെ അടുത്ത കാര്യമാണ് സത്യം. സത്യം മാത്രം പറയുക, പ്രവർത്തിക്കുക എന്നത്. സത്യം മാത്രം പറയണം എന്ന് പറയുന്ന സമയത്തും നമുക്ക് മഹാഭാരത യുദ്ധ സമയത്ത് പലരും പറയുന്നതാണ്, ഭഗവാൻ തന്നെ പല കള്ളവും പറഞ്ഞിട്ടില്ലേ,
അല്ലെങ്കിൽ കള്ളം പറയാൻ കൂട്ട് നിന്നിട്ടില്ലേ എന്നൊക്കെ ചോദിക്കും. അവിടെ നമുക്ക് കാണാവുന്നത് ഒരുപാട് അധർമ്മം ചെയ്യുന്ന ആളുകളെ ചില സമയത്ത് അവരെ ഒന്നുകിൽ നേർവഴിക്ക് നയിക്കാൻ, അല്ലെങ്കിൽ അവരെ ഇതേപോലെ, അതായത് ഇവിടെ ഇപ്പം യുദ്ധസമയത്ത് കൊല്ലാനായിരുന്നു പല സന്ദർഭങ്ങളിൽ. ഇപ്പോൾ ഉദാഹരണത്തിന് ദ്രോണരുടെ കാര്യം എടുത്താൽ, ദ്രോണർ നല്ല ആള് തന്നെയാണ് തീർച്ചയായിട്ടും. പക്ഷേ ദ്രോണർ അധാർമിക പ്രവൃത്തി ചെയ്ത കൗരവ പക്ഷത്ത് നിന്നതുകൊണ്ട് അവിടെ അധർമ്മത്തിന് കൂട്ടുനിന്ന ആളായി തീർന്നു. വേണമെങ്കിൽ മാറി നിൽക്കാമായിരുന്നു, പക്ഷേ അവിടെ അങ്ങനെ മാറി നിന്നില്ല എന്നതിനാൽ ദ്രോണരും അധർമ്മത്തിന് കൂട്ടുനിന്നു. ആ സമയത്ത് എന്നാൽ ദ്രോണരെ പോലെ ഒരു ആചാര്യനെ കൊല്ലുക എന്നത് ഒട്ടും എളുപ്പമല്ല. അതുകൊണ്ട് ചെറിയൊരു തന്ത്രത്തിലൂടെ അധർമ്മത്തിന് കൂട്ടുനിന്ന ദ്രോണരെ ഇല്ലാതാക്കാൻ ഭഗവാൻ ഒരു തന്ത്രം പ്രയോഗിച്ചു. അപ്പോൾ അതിലൂടെ ഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്നത്, വലിയൊരു അധാർമിക പ്രവൃത്തിയെ ഇല്ലാതാക്കാൻ ചെറിയ കള്ളം ആവശ്യമെങ്കിൽ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാം. കാരണം അവിടെ നമ്മുടെ ഉദ്ദേശശുദ്ധിയാണ് പ്രധാനം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പല അന്വേഷണ ഏജൻസികളും വലിയ ഭീകര പ്രവർത്തനങ്ങൾ നടത്തുന്നവരെയും അല്ലെങ്കിൽ പോലീസിനെ വെട്ടിച്ചു പോകുന്ന കൊടും ക്രിമിനൽസിനെയും പിടിക്കാൻ വേണ്ടിയിട്ട് അവർ ചില തന്ത്രങ്ങൾ മെനയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ ഇത്തരം ആളുകളുടെ ഇടയിൽ വന്ന് അവരെ പോലെ ഒരാളാണ് എന്ന് അവരെ ധരിപ്പിച്ചുകൊണ്ട് അവരുടെ രഹസ്യങ്ങൾ ചോർത്താറുണ്ട്. അപ്പോൾ ഒരു തരത്തിൽ നോക്കിയാൽ അത് കള്ളമല്ലേ, ചതിയല്ലേ എന്ന് ചോദിച്ചാൽ ആണ്. പക്ഷേ ഉദ്ദേശം എന്താണ്? അത്രയും ക്രിമിനലുകളായിട്ടുള്ള അവരെ പിടിക്കുക. അപ്പോൾ ചില സമയത്ത് കള്ളം ആവശ്യമാണ്, പക്ഷേ ആ ഉദ്ദേശശുദ്ധി നല്ലതായിരിക്കണം. ഇപ്പോൾ വളരെ വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു എന്ന് അവരുടെ വേണ്ടപ്പെട്ട ഒരാളോട് പോയി പറയുമ്പോൾ നേരെ പോയിട്ട് ഇതാ നിങ്ങളുടെ ആൾ മരിച്ചുപോയി, ഇന്ന് അച്ഛൻ മരിച്ചുപോയി, അമ്മ മരിച്ചുപോയി, അങ്ങനെ ആരും പറയാറില്ല. ആദ്യം പ്രത്യേകിച്ച് സ്ത്രീകളോട്, സ്ത്രീകളെ കല്യാണം കഴിപ്പിച്ചു കൊണ്ടുപോയ വീട്ടിലെ അവിടുത്തെ മുതിർന്ന ആരോടെങ്കിലും ആദ്യം ഈ വന്നയാൾ വിവരം പറയും, ഒന്ന് മാറ്റി നിർത്തിയിട്ട് വിവരം പറയും. എന്നിട്ട് ഈ പെൺകുട്ടിയുടെ, അതായത് ഈ സ്ത്രീയുടെ മാനസികാവസ്ഥ അവർക്കറിയാം. പെട്ടെന്ന് പ്രതികരിക്കുന്ന ആളാണോ, ബോധരഹിതയാവാൻ സാധ്യതയുണ്ടോ, കരച്ചിലും നിലവിളിയും ഒക്കെ ആകാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ അവർക്കറിയാം. അപ്പോൾ അതിനനുസരിച്ച് അവർ നേരെ പറയില്ല, ഒരിക്കലും ഇന്നയാൾ മരിച്ചുപോയി എന്നൊന്നും പറയില്ല. അവരോട് പറയും നമുക്കൊന്ന് വീട്ടിൽ പോയിട്ട് വരാം. അപ്പോൾ സ്വാഭാവികമായി അവർ ചോദിക്കും എന്താ കാരണം? ഒന്നുമില്ല. അത് കള്ളമല്ലേ എന്ന് ചോദിച്ചാൽ കള്ളമാണ്. പക്ഷേ ആ സമയത്തെ ഉദ്ദേശശുദ്ധി എന്താണ്? അവരെ വേദനിപ്പിക്കാതിരിക്കുക, പെട്ടെന്നൊരു ഷോക്ക് കൊടുക്കാതിരിക്കുക. അങ്ങനെയുള്ള ഉദ്ദേശശുദ്ധി, നല്ല ഉദ്ദേശശുദ്ധിയോടുകൂടെ ചെയ്യുന്ന ചെറിയ കള്ളങ്ങൾ അനുവദനീയമാണ് എന്ന് ഭഗവാൻ തന്നെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതൊഴിച്ചാൽ എല്ലാ തരത്തിലുള്ള കള്ളവും നമ്മൾ ഒഴിവാക്കണം. അപ്പോൾ കള്ളം പറയേണ്ട, അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ കള്ളം പറയേണ്ടി വരാം, പക്ഷെ അത് അവിടെ ഒരു ഉദ്ദേശശുദ്ധി ഉണ്ടാകും. ആ വ്യക്തിയെ ഒന്നുകിൽ ആ വ്യക്തിയെ വേദനിപ്പിക്കാതിരിക്കുക എന്ന ഉദ്ദേശശുദ്ധി, മറ്റൊന്ന് വലിയ ക്രിമിനൽസിനെ പിടിക്കാൻ, അവരെ അറസ്റ്റ് ചെയ്യാൻ, ഏതെങ്കിലും രീതിയിൽ അവരെ കൊടുക്കാനും നമുക്ക് ചെറിയ കള്ളങ്ങൾ ഉപയോഗിക്കാമെന്ന് ഭഗവാൻ മഹാഭാരത യുദ്ധത്തിൽ കാണിച്ചു തന്നിട്ടുണ്ട്. അതല്ലാത്ത എല്ലാ സന്ദർഭങ്ങളിലും സത്യം മാത്രം പറയുക എന്നത് ശീലമാക്കിയാൽ സത്യമായിട്ടുള്ള ആ ഈശ്വരനെ നമുക്കറിയാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. ഇനി മൂന്നാമത്തെ, യമത്തിലെ മൂന്നാമത്തെയാണ് അസ്തേയം. സ്തേയം എന്നാൽ കളവ്, അസ്തേയം എന്നാൽ കളവ് ചെയ്യാതിരിക്കുക, മോഷ്ടിക്കാതിരിക്കുക. പക്ഷെ ഇവിടെ നമ്മൾ സാധാരണ പോലെ ഉള്ള ഒരു മോഷണമല്ല ഉദ്ദേശിക്കുന്നത്. അതായത് മറ്റുള്ളവർ വളരെയധികം നന്നായി കാണുമ്പോൾ, ഒരു പക്ഷേ നമ്മുടെ കൂടെ കളിച്ചു വളർന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കൂടെ പഠിച്ചു വളർന്ന ആളായിരിക്കാം, അതായത് നമ്മുടെ അതേ സ്റ്റാൻഡേർഡിൽ ആണ് എന്ന് നമ്മൾ കരുതിയിരുന്ന ഒരാൾ പെട്ടെന്ന് ഉയരുന്ന സമയത്ത് അതെന്താ അങ്ങനെ,
അതെന്തുകൊണ്ടായിരിക്കും അയാൾ അത്ര അങ്ങോട്ട് ഉയർന്നത് എന്ന ഒരു ചിന്തയിൽ അവരുടെ ഐശ്വര്യത്തിൽ ഒരു കണ്ണുവെക്കൽ, നമ്മൾ പോലും അറിയാതെ എന്താ അവൻ്റെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി, അല്ലെങ്കിൽ എന്താ അവളുടെ ഇപ്പോഴത്തെ സ്ഥിതി, പണ്ട് അവരൊക്കെ എന്തായിരുന്നു, ഞങ്ങളെക്കാളും താണ് ജീവിച്ചവരാണ്, ഇപ്പോൾ എന്താ അവസ്ഥ അല്ലേ എന്ന ഒരു ഐശ്വര്യത്തിൽ കണ്ണുവെക്കുന്ന ആ ഒരു ചിന്താഗതിയെയാണ് ഇവിടെ സ്ഥേയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആവാതിരിക്കണം എന്നതാണ് അസ്ഥേയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവരുടെ കർമ്മഫലമാണ് അവർ അനുഭവിക്കുന്നത് എന്ന് മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അവർ ആദ്യം കുറേ കാലം കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അവരുടെ മുജ്ജന്മത്തിലെ ദുഷ്കർമ്മ ഫലമായിരുന്നു. ഇപ്പോൾ അവരുടെ സുകൃത ജന്മ ഫലം വന്നപ്പോൾ അവർ നല്ല രീതിയിലായി. അതിനാരോടും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഇതേപോലെ തന്നെയാണ് നമ്മുടെ കാര്യവും, അവനവൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെ. നമുക്ക് കഷ്ടം വരുമ്പോൾ നമ്മുടെ മുജ്ജന്മ ദുഷ്കർമ്മ ഫലമാണ് അനുഭവിക്കുന്നത് എന്ന് സമാധാനിക്കണം. അതുപോലെ സന്തോഷം വരുന്ന സമയത്ത് അങ്ങനെ സത്കർമ്മത്തിൻ്റെ ഫലമാണ്. ഇതിനെ ആരോടും നമുക്ക് അസൂയ തോന്നിയിട്ട് കാര്യമില്ല. അങ്ങനെ മറ്റുള്ളവരുടെ ഐശ്വര്യത്തിൽ കണ്ണുവെക്കാതെ അവർ നന്നായിരിക്കട്ടെ, അവർ പൂർവജന്മത്തിൽ ചെയ്ത സത്കർമ്മ ഫലം അവർ അനുഭവിക്കുന്നു, അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറയുകയല്ലാതെ ഒരു കണ്ണുവെക്കൽ അത് പാടില്ല എന്നതാണ് അസ്ഥേയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തതാണ് ബ്രഹ്മചര്യം. ബ്രഹ്മചര്യം എന്നാൽ പൂർണ്ണമായിട്ടുള്ള ഒരു നിയന്ത്രണ ജീവിതം, എല്ലാ അർത്ഥത്തിലും നിയന്ത്രണമായിട്ടുള്ള ജീവിതം. വാക്കുകൾ നിയന്ത്രിച്ച് ഉപയോഗിക്കുക, ചിന്തകളെ നിയന്ത്രിക്കുക. ഞാൻ വെറുതെ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് 100 ചിന്തകൾ മനസ്സിലൂടെ ഓടിയിട്ട് കാര്യമില്ല. ചിന്തകളെയും നിയന്ത്രിക്കണം. ആ ചിന്തകളെ നിയന്ത്രിക്കാനാണ് നാമജപം. നാമജപം ആദ്യമൊക്കെ നമുക്ക് തോന്നും നമ്മുടെ മനസ്സൊക്കെ വേറെ എവിടെയൊക്കെയോ പോകുന്നു എന്ന്. എന്നാലും കുഴപ്പമില്ല. നമ്മുടെ വായ കൊണ്ട് നമ്മൾ ജപിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ദിനം, ഒരു സമയം മനസ്സിങ്ങനെ പതുക്കെ അടങ്ങുന്നത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. മനസ്സെപ്പോഴൊക്കെ വിട്ടുപോകുന്നു എന്ന് തോന്നുന്നുവോ അപ്പോഴൊക്കെ മനസ്സിനെ പിടിച്ചിട്ട് ഈ നാമത്തിലേക്ക് കൊണ്ടുവരിക. മനസ്സ് പോകും, കാരണം അതിനതാണ് ശീലം. നമ്മൾ അങ്ങനെയാണ് ശീലിപ്പിച്ചത്. ചെറുപ്പം മുതലേ പലതും ആലോചിച്ച് അങ്ങനെ ശീലിച്ചു. അത് പെട്ടെന്നൊന്നും മാറിക്കിട്ടില്ല. അതുകൊണ്ട് നാമജപം ചിന്തകളെ ഒന്ന് നിയന്ത്രിക്കാനുള്ള ഏറ്റവും നല്ല വഴിയാണ്. കാരണം നമ്മൾ എന്തെങ്കിലും പുസ്തകം വായിക്കുമ്പോൾ പ്രശ്നമില്ല, പക്ഷേ കൂടുതൽ സമയവും പ്രത്യേകിച്ചൊന്നും ചെയ്യാത്തൊരവസ്ഥയുണ്ട്. അതായത് സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിൽ അടുക്കള ജോലി അത് സ്ഥിരമായി ചെയ്യുന്നത് കൊണ്ട് മനസ്സ് പലയിടത്തേക്ക് പോകും. അതേസമയം ഒരു യാത്ര ചെയ്യുന്നു, ആ യാത്ര ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സ് പലയിടത്തേക്ക് പോകും. അപ്പോൾ ഇതൊന്നും ഇല്ലാതിരിക്കാൻ അത്തരം സന്ദർഭങ്ങളിലൊക്കെ നാമജപം ഒരു ശീലമാക്കിയാൽ ചിന്തകളെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. ചിന്തകളെ നിയന്ത്രിച്ചാൽ നമ്മുടെ വാക്കുകളെ നിയന്ത്രിക്കാൻ സാധിക്കും. നമ്മുടെ ഊർജം ഏറ്റവും കൂടുതൽ പാഴാകുന്നതിൽ ഒന്ന് വാക്കുകളാണെന്നാണ് പറയുന്നത്. അനാവശ്യമായിട്ട് ഒരുപാട് സംസാരിക്കുക എന്ന് വെച്ചാൽ അവനവനും ഗുണമില്ല, സമൂഹത്തിനും ഗുണമില്ല, ഈ കേൾക്കുന്നയാൾക്കും ഗുണമില്ലാത്ത കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ വെറുതെ സംസാരിച്ച് നമ്മുടെ ഊർജം കളയരുത്. അങ്ങനെ ചിന്തകളെ നിയന്ത്രിക്കുക, വാക്കുകളെ നിയന്ത്രിക്കുക, ഒപ്പം പ്രവൃത്തികളും. എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം, അങ്ങനെ ചെയ്യേണ്ടതില്ല. കുറച്ച് വിശ്രമം ആവശ്യമാണ്. വിശ്രമം ആവശ്യമുള്ളപ്പോൾ വിശ്രമിക്കേണ്ടതുണ്ട്. അതായത് നന്നായി ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങണം, എന്നാൽ അമിതമായി ഉറങ്ങരുത്. അപ്പോൾ അമിതമായ ഉറക്കവും പാടില്ല, എന്നാൽ തീരെ ഉറങ്ങാതിരിക്കാനും പാടില്ല. അപ്പോൾ ഒരു മിതത്വം ആ ഉറക്കത്തിനും വേണം. അതുപോലെ ഭക്ഷണം സമയത്ത്, വിശക്കുന്ന സമയത്ത് ആവശ്യത്തിന് കഴിച്ചിരിക്കണം. എന്നാൽ അനാവശ്യമായിട്ട് വയറ് നിറയെ വയറിതാ പൊട്ടിപ്പോകുന്നു എന്ന രീതിയിൽ കഴിക്കാനും പാടില്ല. ഇതൊക്കെയാണ് ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കേണ്ട മിതത്വം. അതിനെയാണ് ബ്രഹ്മചര്യം എന്ന് പറയുന്നത്. അപ്പോൾ വാക്ക്, ചിന്ത, വാക്ക്, പ്രവൃത്തി,
ഉറക്കം, ആഹാരം ഇവയിലൊക്കെ ഒരു നിയന്ത്രണം കൊണ്ടുവരിക. ഇന്നിപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ ഉപയോഗം, ഫോൺ ഉപയോഗം, ടി വി കാണുന്നത്, എല്ലാറ്റിലും ഒരു നിയന്ത്രണം നമ്മൾ കൊണ്ടുവന്നാൽ അതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണ്. നമ്മൾ ഒരേ കാര്യം തന്നെ, അതായത് ടി വി കാണുക എന്നത് ഒരു 4 മണിക്കൂറൊക്കെ തുടർച്ചയായി കാണുമ്പോൾ മനസ്സിനൊരു മടുപ്പാണ് ഉണ്ടാവുക. അതേസമയം നമുക്ക് അത്രയും ഇഷ്ടമുള്ള ഒരു പ്രോഗ്രാം ഉണ്ട് എങ്കിൽ അത് മാത്രം കാണുക, ഉടനെ ടി വി ഓഫ് ചെയ്യുക. എന്നിട്ട് വേറെ എന്തെങ്കിലും ഒരു രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം, അതായത് ഈ ടി വി കാണുക എന്നത് മനസ്സ്, ആ ടി വി അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ ഇതൊക്കെ ഒരു ജഡവസ്തുവായിട്ടാണ് പറയുന്നത്. ഈ ജഡവസ്തുക്കളുമായിട്ട് നമ്മൾ എത്രത്തോളം കോണ്ടാക്ട് ചെയ്യുന്നുവോ അത്രത്തോളം മനസ്സ് ജഡമാകും. അതുകൊണ്ടാണ് പറയുന്നത് ഇത്തരം ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളൊക്കെ നമ്മൾ കുറച്ചു നേരത്തേക്ക് മാത്രം ഉപയോഗിക്കുക. അത് കഴിഞ്ഞ് വിട്ടിട്ട് ഒന്നുകിൽ നമ്മളായിട്ട് എന്തെങ്കിലും പുസ്തകം വായിക്കുകയോ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ പുറത്തൊന്ന് ഇറങ്ങി നടന്ന് പ്രകൃതിയുമായിട്ട്, ഇപ്പോൾ വീട്ടിലൊക്കെ ആണെങ്കിൽ നമ്മളൊന്ന് പുറത്ത് മുറ്റത്തൊന്ന് ഇറങ്ങി പ്രകൃതിയെ ഒന്ന് നോക്കി, ചെടികളെ നോക്കി. കാരണം അതൊക്കെ ജീവനുള്ള വസ്തുക്കളാണ്. ഈ ജീവനുള്ള വസ്തുക്കളുമായിട്ട് നമ്മൾ ഇടപഴകുമ്പോൾ നമുക്കൊരു ഊർജം പ്രത്യേകമായിട്ട് വരും. അതേസമയം എന്നാൽ ഈ കുറേ സമയം ഈ ജഡവസ്തുക്കളുമായിട്ട് നമ്മൾ കോണ്ടാക്ട് ചെയ്യുമ്പോൾ മനസ്സ് ജഡമാകും. അതുകൊണ്ടാണ് പറയുന്നത് എല്ലാറ്റിനും ഒരു നിയന്ത്രണം വെക്കുക. അതിനെയാണ് ബ്രഹ്മചര്യം എന്ന് പറയുന്നത്. ഇനി യമത്തിലെ അടുത്തതാണ് അപരിഗ്രഹം. അപരിഗ്രഹം എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളത് ഇത്രയേ വേണ്ടൂ എന്ന് നമ്മൾ ഒന്ന് തീരുമാനിച്ചു വെക്കണം. അങ്ങനെ ആഗ്രഹത്തിനൊരു പരിമിതി വെച്ചിട്ട് അത്യാഗ്രഹമില്ലാതെ ജീവിക്കുക. ഇപ്പോൾ എവിടെയെങ്കിലും നമ്മളൊരു ഷോപ്പിംഗ് മാളിൽ പോയി കഴിഞ്ഞാൽ അത് വേണം, ഇത് വേണം, നമ്മൾ ലിസ്റ്റിൽ ഇല്ലാത്തതൊക്കെ വാങ്ങിക്കൂട്ടുക. ആ ഒരു ആക്രാന്തമുള്ളൊരു മനസ്സ് അത് മാറ്റിയെടുക്കുക. അതാണ് ഈ അപരിഗ്രഹം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എനിക്കിത്രയേ ആവശ്യമുള്ളൂ, എനിക്കിത് മതി എന്ന് ചിന്തിക്കാനുള്ള ഒരു പക്വത മനസ്സിന് ഉണ്ടാവണം. കൂടുതൽ ആഗ്രഹിക്കാതിരിക്കുക. എന്നാൽ നമുക്ക് ആവശ്യമുള്ളത് വേണം താനും. അത് മാത്രം സ്വീകരിച്ചുകൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ പഠിക്കുന്നതിനെയാണ് അപരിഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ യമത്തിലെ 5 കാര്യങ്ങളാണ്. ആദ്യത്തേത് അഹിംസ, 2 സത്യം, 3 അസ്തേയം, 4 ബ്രഹ്മചര്യം, 5 അപരിഗ്രഹം. ഇങ്ങനെ 5 കാര്യങ്ങളാണ് യമം എന്ന ആ അംഗത്തിൽ ഉൾപ്പെടുന്നത്. ഇത് ഈ ലോകത്ത് മോറൽ വാല്യൂസ് എന്ന് പറയും. ധാർമ്മികതയോടെ ജീവിക്കാൻ അനുഷ്ഠിക്കേണ്ട 5 കാര്യങ്ങളാണ്. ഇനി അടുത്തതാണ് നിയമം. ഇതും അഷ്ടാംഗയോഗത്തിലെ അടുത്ത അംഗമാണ്. അതിലുമുണ്ട് 5 എണ്ണം. ഈ നിയമം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ ഈശ്വരനിലേക്ക് അടുപ്പിക്കാനുള്ള സാധനയാണ്. അപ്പോൾ ഈ യമത്തിലൂടെ നമ്മൾ ധാർമ്മികമായി ജീവിച്ച് ശീലിക്കണം ആദ്യം. ഇതൊന്നും പലർക്കും അറിയില്ല. നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ഇതൊന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങളായിട്ടാണ് പലരും ചിന്തിക്കുന്നത്. പക്ഷേ ഈശ്വര ആരാധനയ്ക്ക് മുൻപുള്ള സാധനകളാണ് ഇതൊക്കെ തന്നെ. ഇത് ചെയ്തിട്ട് വേണം ഈശ്വരനെ മനസ്സിൽ ഉറപ്പിക്കാൻ. അപ്പോൾ ഇനി നിയമങ്ങളിലെ 5 കാര്യങ്ങൾ. ഒന്നാമത്തേത് ശൗചം. ശൗചം എന്നാൽ വൃത്തിയാക്കുക. അത് ബാഹ്യമായ ശൗചവും ആന്തരികമായ ശൗചവും. ബാഹ്യമായ ശൗചം എന്നാൽ പല്ല് തേക്കുക, കുളിക്കുക, വായ കഴുകുക. അതായത് എപ്പോഴൊക്കെ മലമൂത്ര വിസർജനം ചെയ്യുമ്പോഴും വായ കഴുകണം, പറ്റുമെങ്കിൽ കൈയും കാലും കഴുകണം എന്നാണ് പറയുക. ആചമനം എന്ന് പറയും. അപ്പോൾ അത്രയും വൃത്തിയായി നമ്മുടെ ശരീരത്തെ എത്രത്തോളം, അതായത് ദിവസത്തിൽ 2 നേരം കുളിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് എന്ന് പറയും. പ്രത്യേകിച്ച് കേരളത്തിലെ കാലാവസ്ഥയിൽ പൊടിയും അഴുക്കും വിയർപ്പും ഒക്കെ ആയിട്ട് നമ്മൾ എപ്പോഴും അശുദ്ധരായിട്ടിരിക്കുന്ന ഒരു കാലാവസ്ഥയാണ്, മഴക്കാലമല്ല എങ്കിൽ. അപ്പോൾ ആ സമയത്ത്
നമ്മൾ 2 നേരം കുളിക്കുന്നത് പതിവാക്കിയാൽ തന്നെ നമുക്ക് കുറേയൊക്കെ അസുഖങ്ങളിൽ നിന്ന് എന്താ പറയുക, മാറി നിൽക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അസുഖങ്ങൾ വരാതെ നോക്കാൻ സാധിക്കും. ആ ഒരു ശൗചം ആവശ്യമാണ്. ഇപ്പോൾ കോവിഡ് വന്നപ്പോൾ ആളുകൾ ശരിക്കും ശുചിത്വം എന്താണെന്ന് പഠിച്ചു. അതിനു മുൻപ് പലരും അശ്രദ്ധയോടുകൂടെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എവിടെയെങ്കിലും പോയി വന്നാൽ ഒന്ന് കൈയും മുഖവും കഴുകാൻ പോലും മടിച്ച ആളുകൾ കോവിഡ് വന്നപ്പോൾ എല്ലാം പഠിച്ചു. അത് കോവിഡ് കഴിഞ്ഞല്ലോ, അല്ലെങ്കിൽ ഇനി അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് ചിന്തിക്കരുത്. എപ്പോഴും അത് ശീലമാക്കണം. പുറത്ത് എപ്പോൾ പോയി വന്നാലും നന്നായി കാലും കൈയും മുഖവും കഴുകണം. പണ്ടൊക്കെ നമ്മുടെയൊക്കെ വീടുകളിൽ, അതായത് പണ്ടത്തെ ആ വീടുകളിൽ ഉമ്മറത്ത് കിണ്ടി വെള്ളം ഉണ്ടാകും അല്ലേ? ആര് കയറി വന്നാലും കാല് കഴുകിയിട്ടാണ് അകത്തേക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു രീതി നമ്മൾ എപ്പോഴും പിന്തുടരുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മളും അതേ ശുചിത്വം പാലിക്കണം. അങ്ങനെയുള്ള ബാഹ്യ ശുചിത്വം അത് നമുക്ക് തന്നെ ഒരു സുഖം കിട്ടാൻ നല്ലതാണ്, ഒപ്പം നമ്മുടെ കൂടെയുള്ളവർക്കും. ഇനി അടുത്തതാണ് ആന്തരികമായ ശൗചം. അതും വളരെ പ്രധാനമുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ബാഹ്യമായ ശൗചം എന്ന് പറയുമ്പോൾ ഇപ്പോൾ രാവിലെ ഒരു നേരം കുളിച്ചിട്ട് പിന്നീട് വൈകുന്നേരം കുളിച്ചാലും മതി. പക്ഷേ മാനസികമായ ശൗചം അത് നിരന്തരം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. കാരണം അത് ഇടയ്ക്കിടെ അവിടെ പൊടി പറ്റും. അല്ലെങ്കിലേ അഴുക്കിൻ്റെ ഒരു കൂട്ടമാണ്, കാമക്രോധാദികളാകുന്ന അഴുക്കിൻ്റെ ഒരു കൂട്ടമാണ് മനസ്സ്. ആ മനസ്സിനെ അടിച്ചു വൃത്തിയാക്കുക എന്നത് അത്ര എളുപ്പമല്ല. അതുകൊണ്ട് അത് നിരന്തരം ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിരന്തരം നമ്മൾ നമ്മുടെ മനസ്സിനെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു അസ്വസ്ഥത വരുന്ന സമയത്ത് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്, എന്തുകൊണ്ട് എനിക്ക് ഈ അസ്വസ്ഥത? നമ്മൾ ശരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ആ അസ്വസ്ഥതയ്ക്ക് പുറകിൽ ഒന്നുകിൽ എന്തെങ്കിലും ഒരു നിരാശയുണ്ടാകും. അതായത് എന്തോ കാര്യം വിചാരിച്ചു, അത് നടന്നില്ല, അതാണ് ഒന്നാമത്തത്. പിന്നൊന്ന് ആരോടെങ്കിലുമുള്ള ദേഷ്യം ഉണ്ടാകും, അല്ലെങ്കിൽ അസൂയ ഉണ്ടാകും. ഇങ്ങനെ ഏതെങ്കിലും ഒരു കാര്യം ഇല്ലാതെ നമ്മുടെ മനസ്സ് നിരാശപ്പെടുകയില്ല, അല്ലെങ്കിൽ ദുഃഖിക്കുകയില്ല. ആ കാര്യം നമ്മൾ കണ്ടെത്തണം. അങ്ങനെ ആ കാര്യം കണ്ടെത്തി അതിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത്, ആന്തരിക ശൗചം എളുപ്പമല്ല, പക്ഷേ ഓരോ നിമിഷവും നമ്മൾ അതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അതിൻ്റെ ആദ്യത്തെ അതിൻ്റെ തായ്വേര് എന്ന് പറയുന്നത് എപ്പോഴും പറയുന്നതാണ് ആഗ്രഹങ്ങളാണ്. ആ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കണം. അതും നേരത്തെ പറഞ്ഞ ബ്രഹ്മചര്യത്തിൻ്റെ ഒരു ഭാഗമാണ്. നിയന്ത്രിക്കാൻ സാധിക്കുക, പതുക്കെ പതുക്കെ തീരെ ഇല്ലാതാക്കാനും നമുക്ക് സാധിക്കണം. അങ്ങനെ ഉള്ളിലെ കാമക്രോധാദികളെ, കാരണം ആഗ്രഹമാണ് നമ്മെ നിരാശയിലേക്ക്, ക്രോധത്തിലേക്കോ നിരാശയിലേക്കോ നയിക്കുന്നത്. നമ്മൾ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ നമുക്ക് ഒന്നുകിൽ നിരാശ വരും, അല്ലെങ്കിൽ ദേഷ്യം വരും. ഇത് രണ്ടും നമ്മുടെ മനസ്സിൻ്റെ സ്വസ്ഥതയെ ഇല്ലാതാക്കുന്നതാണ്. ഇനി ചില സമയത്ത് ലോഭം, കിട്ടിയത് പോരാ പോരാ എന്ന തോന്നൽ, അതും ആഗ്രഹത്തിൻ്റെ ഒരു ഹൈ ലെവലാണ്. അപ്പോൾ അതിനെയും ഇല്ലാതാക്കാൻ സാധിക്കണം. ഇങ്ങനെ പല രീതിയിൽ നമ്മുടെ മനസ്സിൻ്റെ സ്വസ്ഥതയെ കെടുത്തുന്ന എന്തൊക്കെയുണ്ടോ അതിനെ ഇല്ലാതാക്കാൻ നമ്മൾ നിരന്തരം ശ്രമിക്കുക. അതിനെയാണ് ആന്തരിക ശൗചം എന്ന് പറയുന്നത്. മനസ്സിനെ കുളിപ്പിക്കുക, എല്ലാ ദിവസവും മനസ്സിനെ കുളിപ്പിക്കുക. അതിന് പ്രത്യേകമായിട്ടുള്ളതാണ് ഗീതാംഭസി സ്നാനം എന്ന് പറയാറുണ്ട്. ഭഗവത്ഗീതയുടെ ധ്യാന ശ്ലോകത്തിൽ, ഗീതാ മാഹാത്മ്യത്തിലാണെന്ന് തോന്നുന്നു ആ ഒരു ശ്ലോകം, നിരന്തരം നിത്യം ഗീതാംഭസി സ്നാനം, ഗീതയാകുന്ന ആ തടാകത്തിൽ അല്ലെങ്കിൽ ആ പുഴയിൽ കുളിക്കുക. ഇതേപോലെ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ നമ്മൾ കുളിക്കുക എന്ന് വെച്ചാൽ അത് കേൾക്കുക, മനനം ചെയ്യുക, പഠിക്കുക. നമ്മുടെ മനസ്സിന് മറ്റു കാര്യങ്ങൾ ചിന്തിക്കാനുള്ള സമയം കൊടുക്കാതിരിക്കുക. അതിനാണ് ശരിക്കും ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത്. ഭഗവത്ഗീതയായാലും രാമായണമായാലും ഒക്കെ പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം ഇതാണ്. അത്രയും സമയം നമ്മുടെ മനസ്സിൽ മറ്റ് ചിന്തകൾ ഇല്ലാതിരിക്കുക. അപ്പോൾ അതാണ് ആന്തരികവും മാനസികവുമായ ശൗചം. ഇത് സാധിക്കുമ്പോൾ തന്നെ നിയമത്തിലെ അടുത്ത
കാര്യമായ സന്തോഷം താനേ വരും. എന്തെന്നില്ലാത്ത ഒരു സന്തോഷം നമുക്കെപ്പോഴും ഉണ്ടാകും. അതിൻ്റെ കാരണം ഈ ശൗചമാണ്. ആന്തരികമായിട്ട് നമ്മൾ എപ്പോഴും മനസ്സിനെ കഴുകിക്കൊണ്ടേയിരിക്കുന്ന സമയത്ത് മനസ്സിനൊരു തെളിച്ചം വരും. ആ തെളിച്ചമാണ് സന്തോഷം, ആനന്ദമായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ആ സന്തോഷം എന്നതാണ് അടുത്തത്. ഇനി തപസ്. തപസ് എന്നത് നമുക്ക് എത്രത്തോളം മനസ്സിന് ശക്തിയുണ്ട് എന്ന് നമ്മെ തിരിച്ചറിയിപ്പിക്കുന്നതാണ് വ്രതങ്ങളും ഒക്കെ. പണ്ട് കാലത്തുള്ള ആളുകൾ തപസ് ചെയ്യും, കാട്ടിൽ പോയിട്ട് തപസ് ചെയ്യും. പക്ഷെ ഇന്ന് അതിൻ്റെ മറ്റൊരു വേർഷനാണ് വ്രതങ്ങൾ. അവിടെ നമ്മൾ ഇന്ന ദിവസം ഞാൻ ഇന്ന് ഫ്രൂട്ട്സ് മാത്രമേ കഴിക്കുള്ളൂ എന്ന രീതിയിൽ വ്രതമെടുക്കാം. അതല്ലെങ്കിൽ ചിലപ്പോൾ നിർജ്ജലമായിട്ട് ഏകാദശി പോലെയുള്ള അത് എടുക്കുന്നവരുണ്ട്. അതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ പവറാണ് കാണിക്കുന്നത്. നമ്മളൊരു കാര്യം നിശ്ചയിച്ചാൽ എനിക്കിന്നിത് സാധിക്കുമെന്ന ആ വ്രതം എന്നതിൻ്റെ അർത്ഥം തന്നെ അതാണ്, ദൃഢനിശ്ചയം. ഇന്ന് ഞാൻ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ ഇരിക്കും എന്ന വ്രതം, ആ ദൃഢനിശ്ചയമാണ്. അതൊരു തപസ്സാണ്, നമ്മെ തപിപ്പിക്കുകയാണ്. പക്ഷേ അതിലൂടെ നമ്മുടെ മനസ്സിൻ്റെ ആ പവർ ശക്തി കൂടുകയാണ് ചെയ്യുന്നത്. അതിനാണ് ഈ തപസ്, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് അത് വ്രതമായിട്ട് നമ്മൾ അനുഷ്ഠിക്കുന്നത്. അതാണ് തപസ് എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിൻ്റെ ശക്തി കൂടും. ഇന്നത്തെ കാലത്ത് നമ്മുടെ ഈ സമൂഹത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ആളുകൾക്ക് മാനസിക ആരോഗ്യം ഇല്ലാത്തതാണ്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് ദേഷ്യമാണ്. ഒരു കാര്യവുമില്ലാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുക, ദേഷ്യപ്പെടുക, ഇതൊക്കെയാണ് മാനസിക ആരോഗ്യം ഇല്ലാത്തതിൻ്റെ ഒരു തെളിവാണ് ഇതൊക്കെ. അപ്പോൾ ആ മാനസിക ആരോഗ്യം വരണമെങ്കിൽ മനസ്സിന് ശക്തി വേണം. നമ്മൾ ജിമ്മിൽ പോകുന്നതൊക്കെ അല്ലെങ്കിൽ നടക്കാൻ പോകുന്നതൊക്കെ ശരീരബലം കൂട്ടാനും കൂടെ വേണ്ടിയിട്ടാണ്. ശരീരത്തിൻ്റെ മസിലുകൾക്കൊക്കെ ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ ഒരു എക്സസൈസാണ്, അഭ്യാസമാണ് ഈ വ്രതാദികളിലൂടെ നമ്മൾ മനസ്സിന് കൊടുക്കുന്നത്. അപ്പോൾ മനസ്സിനൊരു ബലം ലഭിക്കും. ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാനുള്ള ആ ഒരു ബലം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വ്രതങ്ങൾ നമ്മൾ അനുഷ്ഠിക്കുന്നത്. അപ്പോൾ ആ ബലത്തിന് വേണ്ടിയുള്ള തപസ്, അതാണ് അടുത്ത നിയമം, മൂന്നാമത്തെ നിയമം. ഇനി നേരത്തെ പറഞ്ഞു നമ്മൾ മനസ്സിനെ ശൗചം ചെയ്യാൻ കുളിക്കണം, അതായത് ഇത്തരം ഗ്രന്ഥങ്ങളിൽ കുളിക്കണം എന്ന് പറഞ്ഞു. അത് തന്നെയാണ് നാലാമത്തേത്, സ്വാധ്യായം. കഴിയുന്നത്ര സമയം നമുക്ക് ഇത്തരം കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി നമ്മൾ ചെലവഴിക്കുക. അങ്ങനെ വരുമ്പോൾ ഇന്ന് ഈ ജന്മത്തിൽ അല്ലെങ്കിൽ എനിക്ക് ഇത്രയും പ്രായമായി, ഇനി ഞാൻ ഇതൊക്കെ പഠിച്ചിട്ട് എന്താണ് എന്നൊക്കെ തോന്നും. അതല്ല, നമുക്ക് എന്തായാലും മരിക്കുന്നത് വരെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിച്ചേ പറ്റുള്ളൂ. അപ്പോൾ രാവിലെ മുതൽ രാത്രി വരെ നമുക്ക് ഒരുപാട് സമയം കിട്ടുമ്പോൾ ആ സമയം എങ്ങനെ കൃത്യമായി വിനിയോഗിക്കാം എന്നതിലാണ് നമ്മുടെ വിജയം. അപ്പോൾ എന്നോ ലഭിക്കുന്ന ഒരു ലക്ഷ്യത്തിലല്ല നമ്മുടെ സന്തോഷം. നമ്മൾ ഇന്ന് ഈ നിമിഷം എന്ത് ചെയ്ത് സന്തോഷിക്കുന്നു, അതിലാണ് കാര്യം. നമുക്ക് അടുത്ത ആഴ്ച എനിക്ക് ഇന്ന കാര്യമുണ്ട് എന്നിട്ട് ഞാൻ സന്തോഷിക്കാം എന്ന് പറയുന്നതിനേക്കാളും ഇന്ന് ഈ നിമിഷം, അടുത്ത ആഴ്ച കാര്യം നമുക്കറിയില്ല, അന്ന് വരെ നമ്മൾ ഉണ്ടാകുമോ ഒന്നും അറിയില്ല. അതുകൊണ്ട് ഇന്ന് ഈ നിമിഷത്തിൽ എനിക്കെന്ത് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് ഓരോ നിമിഷവും നമ്മൾ അടുത്തത് ഇന്നത് ചെയ്യാം. ഇനി അടുത്തത്, ഇപ്പോൾ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴും നമുക്കിതൊക്കെ കേൾക്കാം. അത്രയും സൗകര്യമാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. പണ്ടുള്ള ആളുകൾക്ക് കിട്ടാത്തൊരു സൗഭാഗ്യമാണ് ഇന്നത്തെ നമുക്ക് എല്ലാവർക്കും കിട്ടിയിരിക്കുന്നത്. ഫോണിലില്ലാത്തത്, അല്ലെങ്കിൽ ഫോണിലൂടെ നമുക്ക് കിട്ടാത്ത അറിവുകളൊന്നുമില്ല. അത് വെക്കാനുള്ളൊരു മനസ്സുണ്ടാകണം എന്ന് മാത്രം. അടുക്കളയിലാകട്ടെ, ഇനി യാത്രയിലാകട്ടെ, എപ്പോഴും നമുക്ക് കേട്ടുകൊണ്ടേയിരിക്കാം. പുസ്തകം തുറന്ന് തന്നെ കേട്ട് പഠിക്കണം എന്നൊന്നുമില്ല. ആദ്യം കേൾക്കുക. അങ്ങനെ കേട്ട് അത് മനസ്സിൽ അങ്ങ് ഉറപ്പിച്ചിട്ട് പിന്നീട് സമയം കിട്ടുമ്പോൾ പുസ്തകം നോക്കി വായിച്ചാൽ മതി. അങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞതുപോലെ അമിതമായ ചിന്തകൾ ഉണ്ടാവുകയില്ല. ചിന്തകളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാം.
ആ അമിതമായ ചിന്തകളിൽ നിന്നാണ് പല ദുഃഖങ്ങളും മനസ്സിൽ ഉണ്ടാകുന്നത്. അപ്പോൾ സ്വാധ്യായം ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. സമയമില്ല എന്നത് ഒരു ഒഴികഴിവല്ല, സമയം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അസുഖം വന്നാൽ ഒരാഴ്ച ഹോസ്പിറ്റലിൽ കിടക്കണമെന്ന് പറഞ്ഞാൽ അയ്യോ എനിക്ക് സമയമില്ല എന്നാരെങ്കിലും പറയുമോ? അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് നമ്മൾ സമയം കണ്ടെത്താറുണ്ട്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് ഹോസ്പിറ്റലിൽ പോയി കുറേ നേരത്തേക്ക് ക്യൂ നിൽക്കണമെങ്കിൽ നമ്മൾ നിൽക്കാറില്ലേ? അപ്പോഴെന്തേ സമയം എവിടെ പോകുന്നു? അപ്പോൾ വേണമെന്ന് വെക്കുകയാണ് പ്രധാനം. ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുകയാണ് പ്രധാനം. അപ്പോൾ ഈ TV കാണുന്നതും മറ്റുള്ള കാര്യങ്ങളും ഒന്ന് കുറച്ചാൽ നമുക്കിതിന് സമയം കിട്ടും. ഇനി അതല്ല, ഒട്ടും ഇരിക്കാനേ സമയം കിട്ടാത്തവർക്കാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ കേൾക്കാം. ഇനി വലിയ ശ്രദ്ധയൊന്നും വേണ്ടാത്ത വെറുതെ ടൈപ്പ് ചെയ്യുന്ന ചില ജോലികൾ നമ്മൾ വീട്ടിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ, തെറ്റ് വരാതെ നമുക്ക് അങ്ങനെ ടൈപ്പ് ചെയ്യാമെങ്കിൽ അപ്പോൾ കേട്ടുകൊണ്ടിരിക്കാം. ഇങ്ങനെ അത് നമ്മുടെ താല്പര്യമാണ് അവിടെ പ്രധാനം. സമയമില്ല എന്നതൊക്കെ വെറുതെ ഒരു എക്സ്ക്യൂസാണ്. അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കിയിട്ട് സ്വാധ്യായം, അതായത് ഭഗവത്ഗീത, രാമായണം, ഭാഗവതം ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ കേട്ട് മനസ്സിലാക്കുക. ഒന്നുകിൽ കേട്ട് മനസ്സിലാക്കുക, അല്ലെങ്കിൽ പഠിക്കാൻ സമയം കണ്ടെത്തുക. അതൊക്കെ ഓരോരുത്തരുടെ സമയം പോലെ ചെയ്യുക. അങ്ങനെ ചെയ്യുന്നതിനെയാണ് സ്വാധ്യായം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കഴിയുമ്പോഴാണ് അഞ്ചാമത്തെ നിയമമായ ഈശ്വര പ്രണിധാനം വരുന്നത്. അപ്പോൾ മാത്രമാണ് ഈശ്വരനിൽ സർവവും സമർപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ ഈ യമം നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ടതാണ്. അതുപോലെ ചെയ്യേണ്ട കാര്യങ്ങളാണ് നിയമങ്ങൾ. നിയമങ്ങൾ ഒന്നുകൂടെ പറയാം. ശൗചം, അതിൻ്റെ ഭാഗമായിട്ട് എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. ഈ സന്തോഷം നമ്മുടെ സന്തോഷത്തെ കെടുത്തുന്നത് നമ്മൾ തന്നെയാണ്, നമ്മുടെ ചിന്തകളാണ്. അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അവർ എൻ്റെ സന്തോഷം കെടുത്തി, ഇവരെൻ്റെ സന്തോഷം കെടുത്തി, അതൊക്കെ വെറുതെ പറയുകയാണ്. നമ്മൾ നമ്മുടെ മനസ്സിനെ നമ്മുടെ കയ്യിൽ സുരക്ഷിതമാക്കി വെക്കുക. അല്ലാതെ ഇതെല്ലാവർക്കും എടുത്തു കൊടുത്തിട്ട് നിങ്ങൾ വേദനിപ്പിച്ചോളൂ എന്ന് പറഞ്ഞാൽ അവരെടുത്ത് വേദനിപ്പിക്കും. നമ്മുടെ മനസ്സ് നമ്മുടെയാണ്. അത് വേദനിക്കണോ വേണ്ടയോ എന്ന് നമുക്ക് തീരുമാനിക്കാം. അതിനുള്ള ആ ഒരു ശക്തിയൊക്കെ നേടാനാണ് ഈ വ്രതമൊക്കെ എടുക്കുന്നത്. ആധ്യാത്മികതയിൽ പോകുന്നവർ ഇങ്ങനെ പഞ്ചപാവങ്ങളാകണം എന്നൊന്നുമില്ല. പ്രതികരിക്കേണ്ടിടത്ത് ശക്തമായി പ്രതികരിക്കണം. അതിലൊന്നും ഒരു തെറ്റില്ല. അപ്പോൾ അങ്ങനെ മനസ്സിന് ബലം ഉണ്ടാവണം. നമ്മുടെ വാക്കുകൾ ഉദ്ദേശശുദ്ധിയാണ്. ആ ഉദ്ദേശശുദ്ധിയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് അത് നല്ലതാക്കുക. മനസ്സിൽ ആരോടും കാപട്യമില്ലാതിരിക്കുക. ആരെയും സുഖിപ്പിച്ച് വർത്തമാനം പറയേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ നമ്മെ ഒരു കാര്യവുമില്ലാതെ വിഷമിപ്പിക്കുന്നവർക്ക് വാക്കുകൊണ്ട് ഉത്തരം കൊടുക്കാം. അതിലൊന്നും ഒരു തെറ്റില്ല. പക്ഷേ അത് നമ്മുടെ മനസ്സിൽ വെക്കാതിരിക്കുക. അതിനെക്കുറിച്ചുള്ള ചിന്തകൾ മനസ്സിൽ വെക്കാതിരിക്കുക. പറഞ്ഞ് അവിടെ തീർക്കുക. നമ്മുടെ പ്രവൃത്തികൾ, ആ ഉദ്ദേശശുദ്ധി എപ്പോഴും നല്ലതായിരിക്കണം. അതാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ഉദ്ദേശശുദ്ധി നല്ലതാണെങ്കിൽ, അതാണ് മഹാഭാരത യുദ്ധസമയത്ത് ഭഗവാൻ കാണിച്ചു തന്നത്. ഉദ്ദേശശുദ്ധിയാണ് നമ്മൾ നല്ലതാക്കേണ്ടത്. നമ്മുടെ ഉദ്ദേശശുദ്ധിയെ മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം എന്നുമില്ല. അത് ബോധ്യപ്പെടില്ല എന്നുള്ളവർക്ക് നമ്മൾ എത്ര ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടും കാര്യവുമില്ല. നമ്മൾ സ്ട്രോങ് ആയിരിക്കുക. നമ്മുടെ മനസ്സ് ശാന്തമായിട്ടിരിക്കുക. വിനയമുള്ളവരായിട്ട് ഇരിക്കുക. പക്ഷേ എന്താ പറയുക, മണ്ടന്മാരായി ജീവിക്കരുത്. ഈ ആധ്യാത്മികത എന്ന് വെച്ചാൽ മണ്ടന്മാരായി ജീവിക്കുക എന്നല്ല. പ്രതികരിക്കേണ്ടിടത്ത് പ്രതികരിക്കാതിരിക്കുക, അങ്ങനെയൊന്നുമല്ല. പ്രതികരിക്കേണ്ടിടത്ത് ശക്തമായി പ്രതികരിച്ചുകൊണ്ട് തന്നെ, പക്ഷേ ഉള്ളിൽ ആ നന്മ, കാരുണ്യം, ഹൃദയശുദ്ധി ഇതൊക്കെ ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടായിക്കൊണ്ട് ഒപ്പം സ്വാധ്യായം കൃത്യമായി ചെയ്ത് ഈശ്വരനിൽ സർവവും സമർപ്പിച്ച് ജീവിക്കുന്ന ഒരാൾ. അതാണ് ഈ യമനിയമാദികളിലൂടെ, ആദ്യത്തെ 2 അംഗമായ ഈ യമനിയമാദികൾ നമ്മുടെ ജീവിതത്തിൽ അത്രയും ഉറപ്പോടുകൂടെ നമ്മൾ പ്രാവർത്തികമാക്കുമ്പോഴാണ് അടുത്ത
ഇതിലേക്ക് കടക്കുന്നത്. അതാണ് ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. ആസനം എന്ന് വെച്ചാൽ നല്ലൊരു ഇരിപ്പിടം. ഇത് ധ്യാനയോഗത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് അഷ്ടാംഗയോഗം. അപ്പോൾ നല്ലൊരു ഇരിപ്പ് ശീലിക്കുക, എന്നിട്ട് പ്രാണായാമം ശീലിക്കുക. പ്രത്യാഹാരം എന്നാൽ ഇന്ദ്രിയങ്ങളെ പുറത്തുള്ള വിഷയങ്ങളിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് മനസ്സിൽ ഏകാഗ്രമാക്കുക. അങ്ങനെ ഏതൊന്നിനെ ധ്യാനിക്കണമോ അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കുക, പിന്നീട് ധ്യാനിക്കുക, അത് സമാധി അവസ്ഥയിലേക്ക് പോവുക എന്നതാണ് ബാക്കിയുള്ള 6 അംഗങ്ങൾ. ഇതിനെക്കുറിച്ചൊക്കെ ഭാഗവതത്തിലൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. ഭഗവത്ഗീതയിലും ഉണ്ടായിരുന്നു, നാരായണീയത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഒന്നുകൂടെ ആ അംഗങ്ങളെക്കുറിച്ച് പറയാം. യമം എന്നാൽ അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം. നിയമം എന്നാൽ ശൗചം, സന്തോഷം, തപസ്, സ്വാധ്യായം, ഈശ്വര പ്രണിധാനം. ഇതൊക്കെ ഒരു ആധ്യാത്മിക പാതയിൽ സഞ്ചരിക്കുന്ന ആളുകൾ ജീവിതത്തിൽ നിർബന്ധമായും പ്രാവർത്തികമാക്കേണ്ട കാര്യങ്ങളാണ്. അങ്ങനെ പ്രാവർത്തികമാക്കുമ്പോൾ മാത്രമേ നമ്മുടെ മനസ്സിന് ശാന്തി കിട്ടുകയുള്ളൂ. മനസ്സിന് ശാന്തി ഉണ്ടെങ്കിൽ മാത്രമേ ഈശ്വരനെ അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് ജീവിതത്തിൽ പകർത്താൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തേക്ക് വിട പറയുന്നു. നന്ദി, നമസ്കാരം.